ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്ന് വൈകിട്ട് കഴിക്കാനായിട്ട് ഞാൻ അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പമാവ് ഞാൻ വീട്ടിൽ അരച്ച് തയ്യാറാക്കിയതല്ല, വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. അപ്പോൾ ഇതെങ്ങനെ ശരിയാകുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ചില ദിവസങ്ങളിൽ ഫ്ലോപ്പ് ആകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പമാവ് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. കാരണം ഫ്രിഡ്ജിലിടുന്നതല്ലേ, തണുപ്പ് കാണും. എന്തായാലും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും മാവ് പരുവമാവുമായിരിക്കും. മാവ് എന്തായാലും പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഈസ്റ്റും കൂടെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കലക്കി വയ്ക്കാം. ഞാനങ്ങനെ എന്നും അപ്പം ഉണ്ടാക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. എന്തായാലും കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയി, എങ്ങനെയാണ് മാവിൻ്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ. ഇതേ ഒരു ഈസ്റ്റ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇതിലിടാം, ഇട്ടിട്ട് കലക്കി മാറ്റി വയ്ക്കാം. ഈസ്റ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇച്ചിരി ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മാവ് നന്നായിട്ട് ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ആവുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ട്രയൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പക്ഷേ ട്രയൽ ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി. കാരണം ഈ മാവ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അപ്പം കലക്കി വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ടൈം കഴിയുമ്പോഴാണ് കറക്റ്റ് പരുവത്തിനുള്ള മാവാകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഉണ്ടാക്കിയതിനാൽ തന്നെ ഒട്ടും ശരിയായില്ല. പിന്നെ ഞാൻ വീണ്ടും അതിനെ മാറ്റി വെച്ചിട്ട് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ശരിയായിട്ട് വന്നു. മുട്ട ഇതാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ കൂടെ ഏത്തപ്പഴവും കൂടെ പുഴുങ്ങുന്നുണ്ട്. നല്ല പഴുത്ത് കുടുങ്ങിയ 3 ഏത്തപ്പഴം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പുഴുങ്ങി കൊടുത്താൽ ഹസ്ബൻഡ് കഴിക്കും. അപ്പോൾ അത് 3ഉം കൂടി ഇതിൻ്റെ കൂടെ ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ തോട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കണം. പക്ഷേ ഇന്ന് സവാള കുറവായിരുന്നു, 1.5 സവാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കാൻ പോകുന്നു. നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതുമാണ്. ഞാൻ പക്ഷേ ഇടികല്ലിൽ ചതച്ചാണ് എടുത്തത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വേണം, തേങ്ങ പാലെടുക്കാൻ. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 2ാം പാലും 1ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു. പിന്നെ ഞാൻ ഓയിലായിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പാം ഓയിൽ യൂസ് ചെയ്യണവർക്ക് അത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിക്കണം പാകത്തിന്. പാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയപ്പോൾ ഈ സവാളയും പിന്നെ പച്ചമുളക് അതിലേക്ക് ഇട്ടു.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലോട്ട് സോൾട്ട് ചേർക്കണം. ഞാൻ ഇപ്പം ആവശ്യത്തിന് ചേർത്തു, പിന്നീട് നോക്കിയിട്ട് ചേർക്കണം. പിന്നെ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഒരു ട്രിക്കുണ്ട്. മിക്കവർക്ക് അറിയായിരിക്കും, സോഡാപ്പൊടി കുറച്ച് ചേർക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് സവാള നന്നായിട്ട് വഴണ്ട് വരും. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴല്ല എപ്പോഴും ചേർക്കും. എനിക്കറിയാവുന്നത് മുതൽ ഞാൻ ചേർക്കും. എനിക്ക് ചേട്ടൻ്റെ ചേച്ചിയാണ് ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം, ഇച്ചിരിയേ ചേർക്കാവും. ഇനി ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയോ ചെയ്താൽ മതി. നന്നായിട്ട് വെന്തുടങ്ങി കിട്ടും നമുക്ക് സവാള. ഞാൻ എന്തായാലും കാണിച്ച് 1.5 സവാളയേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്കും ഹസ്ബൻഡിനും കുഞ്ഞിനായിട്ട് അത്രയും മതി. നമ്മുടെ സവാളയൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വരണം. കുറച്ചുകൂടി നേരത്തെ ചേർക്കേണ്ട കാര്യമില്ല, ഇഷ്ടപ്പെടും. അതും കൂടെ ചേർത്ത് സവാള ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുന്ന എല്ലാവർക്കും അറിയാം, ലോ ഫ്ലെയിമിൽ വെക്കണം. സവാളയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അത് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ കാശ്മീരിയാണ് ചേർക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിൽ മല്ലിപ്പൊടിയും ചേർക്കണം. മല്ലിപ്പൊടി ഞാൻ ഒരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 2.5. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. ഇത്രയും ചേർക്കണം. പൊടികൾ ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം. ഇത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പിന്നെ വീശപ്പം, പുട്ട്, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. നമ്മളെ ദോശയുടെ കൂടെ വലിയ മാച്ചില്ല. ദോശയുടെ കൂടെ നമുക്ക് ദോശയുടെ കൂടെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെ കഴിക്കാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കണം. ആദ്യം കുറച്ച് ഒഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി ആഡ് ചെയ്താൽ മതി. ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം ആഡ് ചെയ്യണ്ട. ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഇവിടെ വെച്ചും സ്റ്റോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ പണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കാതെയാണ് കഴിക്കുന്നത്. ഈ ഒരു പരുവത്തിന് സവാളയൊക്കെ വേവാതെ കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണോ. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്താലും മതി.
ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പിനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിയൊന്ന് വറ്റുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ കറി വേറൊരു പാത്രത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചിടണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇടും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയും കൂടെ ഇട്ടാൽ മതി. ഇനി അപ്പം ശരിയാവുമോ എന്നാണ് നമ്മുടെ ഡൗട്ട്. പിന്നെ അപ്പവും ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുവിധം കിട്ടി കേട്ടോ, കുഴപ്പമില്ല, നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പവും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട, ഞാൻ 4 മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇടാം. അപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് രാത്രി കഴിക്കുമ്പോൾ കാണാം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. കഴിക്കുന്നത് എന്തായാലും എടുക്കാൻ പറ്റില്ല. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.